കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 12 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അവസാന ലാപ്പിൽ പ്രചാരണം ഊർജിതമാക്കുകയാണ് മുന്നണികൾ. ഡീൽ ആരോപണത്തിലാണ് പ്രചാരണം കേന്ദ്രീകരിക്കുന്നത്. UDFന്റെ ഡീൽ ആരോപണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഇടതുപക്ഷം. പ്രതിരോധത്തിന് ജമാഅത്തെ ഇസ്ലാമി ലീഗ് ബന്ധവും CPIM ചർച്ചയാക്കുന്നുണ്ട്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് റോഷി. 10 ദിവസമേ പരസ്യ പ്രചാരണത്തിനുള്ളൂ. ഡീൽ ആരോപണം തന്നെയാണ് കത്തിക്കയറുന്നത്. അതിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വഖ്ഫ് നേർക്കുനർ അല്ലേ? ശ്രുതി ആര്യ, വാശിയേറിയ പോരാട്ടമാണ്. കാരണം ഇനി പരസ്യപ്രചാരണം അവസാനിക്കാനുള്ള ദിവസങ്ങൾ കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടെ അജണ്ടകളിലുള്ള പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും എതിരാളികൾക്കെതിരെ പ്രയോഗിക്കും. തുടക്കം മുതൽ തന്നെ UDF നേതൃത്വം ഉപയോഗിച്ചത് RSS ബാന്ധവമാണ്. CPM RSS തമ്മിൽ ബാന്ധവമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നായിരുന്നു. ആ ഡീൽ ആരോപണം അത് കടുപ്പിച്ച് UDF മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് LDF നേതൃത്വം തിരിച്ച് ഗോൾവാൾക്കറും VD സതീശനും തമ്മിലുള്ള ആ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ചിത്രം ഉൾപ്പെടെ പുറത്തുവിട്ടത്. ഏതായാലും ജമാഅത്ത് ഇസ്ലാമി ബാന്ധവം തന്നെ വീണ്ടും CPM നേതൃത്വം നേരത്തെയൊക്കെ ഏറ്റവും ഒടുവിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമാനമായ ആരോപണം ഉയർന്നതാണ്. അന്ന് VD സതീശന്റെ പ്രസ്താവന UDFനെ വല്ലാതെ കുഴക്കുകയും ചെയ്തിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല ഇപ്പോൾ എന്ന രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു വന്നത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. സമാനമായി CPM നേതൃത്വം വീണ്ടും ആരോപണം ഉയർത്താനാണ് തീരുമാനം. അതേസമയം തന്നെ ഈ ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ട് BJP NDA നേതൃത്വം അത് പൂർണ്ണമായും നിഷേധിക്കുമ്പോൾ തന്നെ രണ്ട് മുന്നണികളും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു ആരോപണം ഉയർത്തുന്ന ഈ വിവാദം ആളിക്കത്തിക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണ് നട്ടുകൊണ്ട് തന്നെയാണ് LDFും UDFും ഒരുപോലെ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കടുത്തതാകും. അതിനിടയിൽ ജമാഅത്ത് ഇസ്ലാമി വിഷയം കൂടി ഉയർത്തിക്കൊണ്ട് LDF അതിനെ പ്രതിരോധിക്കുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പഴയ കോലീബി സഖ്യവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ LDFും UDFും മാറി മാറി തങ്ങളുടെ സഹായം തേടിയെന്ന ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവിൻ്റെ പ്രസ്താവന, അങ്ങനെ ഒട്ടേറെ വെളിപ്പെടുത്തലുകളൊക്കെ ഇതിനിടയിൽ വരികയും ചെയ്യും. അതുകൊണ്ട് മറ്റ് വിഷയങ്ങളൊന്നും ചർച്ചയാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വികസന വിഷയങ്ങളോ മറ്റ് ജനകീയ വിഷയങ്ങളൊന്നും ഇപ്പോൾ ചർച്ചയാകുന്നേയില്ല. ശബരിമല സ്വർണ്ണക്കുള്ള ചർച്ചയാകുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാന രാഷ്ട്രീയ വിഷയമായി ഇത് മാറുന്നു എന്നാണ്. അത് കോൺഗ്രസ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഏറ്റെടുത്തതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ആളിക്കത്തുക ഇത് തന്നെയായിരിക്കും. വ്യക്തമാണ്. വളരെ കുറഞ്ഞ ദിവസമേ ഇനി പരസ്യപ്രചാരണത്തിനും തെരഞ്ഞെടുപ്പിനും ഉള്ളൂ. ആ ദിവസങ്ങളിൽ എന്തായാലും ഡീൽ ആരോപണം തന്നെയാണ് കത്തിക്കയറുന്നത് എന്നുള്ളതാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.